ഫുട്ബോൾ ലോകത്തെ രാജാവായി വളർന്ന ആളാണ് ഡീഗോ മറഡോണ. ഫുട്ബോളിൽ കാലിനൊപ്പം കൈകൊണ്ടും ചരിത്രം രചിച്ച ഇതിഹാസ താരം. ഡീഗോ മറഡോണയുടെ മരണത്തിന് 4 വർഷത്തിനു ശേഷം അദ്ദേഹം ജനിച്ചു വളർന്ന അതേയിടത്ത് ഡീഗോ എറ്റേർനോ എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം മൺമറഞ്ഞുപോയ താരത്തിന്റെ ഹോളോഗ്രാം തന്നെയാണ്. മറഡോണയോളം തന്നെ വലിപ്പമുള്ള ഹോളോഗ്രാം കാണുന്ന ആരാധകരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ബ്യൂണസ് അയേഴ്സിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തെ ചേരിയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു 1960 ഒക്ടോബർ 30 മറഡോണ ജനിക്കുന്നത്. അർജന്റീനയിലെ കൊറിയന്റസ് പ്രവിശ്യയിൽ നിന്നും ബ്യൂണസ് അയേഴ്സിലേക്ക് കുടിയേറിയതായിരുന്നു മറഡോണയുടെ കുടുംബം. 10ാം വയസ്സിൽ തദ്ദേശീയ ക്ലബ്ബായ എസ്ട്രെല്ല റോജാക്കിനു വേണ്ടി കളിക്കുമ്പോൾ തന്നെ തന്റെ പ്രകടനങ്ങൾ കൊണ്ട് മറഡോണ ശ്രദ്ധേയനായി. ഇപ്പോൾ അതേയിടത്ത് ബ്യൂണസ് അയേഴ്സിലെ ലാ റൂറലിൽ മറഡോണ ഉപയോഗിച്ചിരുന്ന ജേഴ്സികൾ, അദ്ദേഹം വാരിക്കൂട്ടിയ സമ്മാനങ്ങൾ തുടങ്ങി എല്ലാമുണ്ട്. ഈ എക്സിബിഷൻ തന്റെ പിതാവിന്റെ സത്ത പകർത്തുന്ന മനോഹരമായ ഇടമാണെന്നും ഇവിടെ എത്തുന്ന ആളുകൾക്ക് അച്ഛനോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനം തോന്നുന്നതായും മറഡോണയുടെ മകൾ ഡാൽമ മറഡോണ പറയുന്നു. un poco de tenerlo un poco más cerca. 16 വയസ്സാകുന്നതിന് മുൻപേ അർജന്റീനോസ് ജൂനിയേഴ്സിനു വേണ്ടി 1ാം ഡിവിഷനിൽ മറഡോണ കളിക്കാൻ ആരംഭിച്ചിരുന്നു. അർജന്റീന പ്രൊഫഷണൽ ലീഗിൽ കളിക്കാനിറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും ഇദ്ദേഹമായിരുന്നു. അങ്ങനെ 1976 മുതൽ 1981 വരെയുള്ള കാലയളവിൽ അർജന്റീനോസ് ജൂനിയേഴ്സിനു വേണ്ടി മറഡോണ 167 മത്സരങ്ങൾ കളിക്കുകയും അതിൽ നിന്ന് 115 ഗോളുകൾ നേടുകയും ചെയ്തു. 1981 ഫെബ്രുവരി 20 മറഡോണ ബൊക്ക ജൂനിയേഴ്സിലേക്ക് മാറി. 1982 മുതൽ 1994 വരെയുള്ള 4 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി മറഡോണ കളിച്ചിട്ടുണ്ട്. അതിൽ 1986 ലോകകപ്പാണ് ഏറ്റവും അവിസ്മരണീയമാക്കിയത്. മറഡോണയെ നായകനാക്കി കളിച്ച അർജന്റീന ടീം ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഈ ലോകകപ്പ് നേടുകയും മികച്ച കളിക്കാരനുള്ള ഗോൾഡ് ബോൾ മറഡോണ സ്വന്തമാക്കുകയും ചെയ്തു. ഈ ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ മറഡോണ നേടിയ 2 ഗോളുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു. അതേസമയം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡീഗോയുടെ മുഴുവൻ ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്നതാണെന്ന് മറഡോണയുടെ മുൻ ഭാര്യ വെറോനിക്ക ഒജേഡ പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് അവിസ്മരണീയമായ നിമിഷങ്ങൾ നൽകി, ഏറ്റവും മനോഹരമായ ഗോളുകൾ നേടി അർജന്റീനക്കാർക്ക് സന്തോഷം നൽകി. Para nosotros significa algo muy especial porque es la vida entera de Diego, de papá de Dieguito, Fernando. La verdad que para nosotros es algo emocionante que todos los argentinos puedan ver esta muestra y la vida entera de Diego, ¿no? Así que espero que lo disfruten y que lo aprecien de corazón. മറഡോണ ഒരു യഥാർത്ഥ കളിക്കാരനായിരുന്നു എന്നാണ് പ്രദർശന ചടങ്ങിലെത്തിയ മുൻ അർജന്റീനിയൻ ഗോൾ കീപ്പർ സെർജിയോ ഗോയ്കോച്ച പറഞ്ഞത്. A mí de lo futbolístico es el sentido de pertenencia, el amor por la camiseta, a pesar de ser el mejor del mundo, el ser uno más dentro de un equipo y el legado a través de las acciones, no solo de las palabras, como buen líder, porque de las palabras se puede ser líder, pero cuando sos tan referente dentro de un grupo, dentro de una selección, también tenés que hacerlo con hechos, y eso era Diego. ഡീഗോ മറഡോണ റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതെ കൈകൊണ്ട് തട്ടിയിട്ട് നേടിയ ഗോൾ ദൈവത്തിന്റെ കൈ എന്ന പേരിലും 6 ഇംഗ്ലണ്ട് കളിക്കാരെ വെട്ടിച്ച് 60 മീറ്റർ ഓടി നേടിയ 2ാം ഗോൾ നൂറ്റാണ്ടിന്റെ ഗോൾ ആയും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. 60ാം വയസ്സിൽ മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി 2 ആഴ്ചയ്ക്ക് ശേഷം ഹൃദയസ്തംഭനം മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം.